അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ശ്രീനാരായണീയ ഖുർആൻ വ്യാഖ്യാനത്തിൽ അഥവാ അകംപൊരുൾ എന്ന പുസ്തകത്തിൽ സൂറത്ത് ബഖറയിലെ 83-ാമത്തെ സൂക്തം വൈദ അഖദ്നാ മീസാഖ ബനി ഇസ്രായീൽ എന്ന് തുടങ്ങുന്ന അതിൽ ആത്തു സക്കാത്ത എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ സക്കാത്ത് നൽകുക. ഈ സക്കാത്ത് എന്നതിന് ഇതിൽ കൊടുത്തിട്ടുള്ളത് നിത്യദാനം നൽകണമെന്നാണ്. ഇതുകൊണ്ടാണ് നമസ്കരിക്കുന്നത് നിത്യം നമസ്കരിക്കുന്നത് പോലെ ദാനം നൽകുന്നത് നിത്യാനം നൽകണം എന്നതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ സക്കാത്ത് എന്നതിന് നിത്യദാനം എന്ന് എങ്ങനെയാണ് അർത്ഥം വരിക? അങ്ങനെ മുസ്ലിം സമൂഹത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അടുത്ത കാലത്തായിട്ട് ചില ആളുകൾ അങ്ങനെ വാദിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ഈ വാദത്തിന് വല്ല പിൻബലമുണ്ടോ? ഇവിടെ മുസ്ലിം സമൂഹം അന്ന് തൊട്ട് ഇന്ന് വരെ അംഗീകരിച്ചു പോകുന്നൊരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തായാലും ഖലീഫമാരുടെ കാലത്താണെങ്കിലും ശേഷവുമൊക്കെ, ഖലീഫമാരെന്ന് ഞാൻ പറയുമ്പോൾ ആദ്യത്തെ 4 ഖലീഫമാർ ഖുലഫാഉ റാഷിദുകളാണ് ഉദ്ദേശിച്ചത്. ഈ കാലഘട്ടങ്ങളിലൊന്നും സക്കാത്തിന് നിത്യദാനം എന്ന ഒരു അർത്ഥം ആരും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സക്കാത്ത് എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസി അയാൾ സാമ്പത്തികമായിട്ട് ഒരു നിശ്ചിത അളവിൽ അയാൾക്ക് സമ്പത്തുണ്ടെങ്കിൽ അയാൾ കൊല്ലത്തിൽ കൊടുക്കേണ്ട ഒരു ദാനം, അത് നിർബന്ധ ദാനമായിട്ടാണ് ഇസ്ലാം സക്കാത്തിന് കാണുന്നത്. അല്ലാതെ നിത്യം നൽകേണ്ട ഒരു ദാനം, നിത്യം നൽകുന്ന ദാനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓരോ മനുഷ്യനും അവൻ്റെ കഴിവനുസരിച്ച് പാവങ്ങൾക്കുമായിട്ടുള്ള ആളുകൾക്ക് വല്ലതും കൊടുക്കുക. ഇങ്ങനെ ഒരു നിത്യദാനത്തെ സംബന്ധിച്ച് ഖുർആനിലോ ഹദീസിലോ നമ്മൾക്ക് എവിടെയും കാണാൻ സാധ്യമല്ല. ഖുർആനിലും സുന്നത്തിലും ഒക്കെ ഉള്ള പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 1 സക്കാത്ത്, 2 സദക്ക, 3-ാമത്തേത് ഇൻഫാക്ക്. ഇങ്ങനെയാണ്. സദക്ക എന്ന് പറഞ്ഞാൽ ദാനം. ആ ദാനം എന്ന് പറയുന്നത് ഏത് സമയത്തും ആവാം. നിത്യം ചെയ്യണവർക്ക് നിത്യം ചെയ്യാം, തങ്ങൾക്ക് സാധ്യമാവുന്ന സമയത്ത് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒന്നാണ് സദക്ക എന്ന് പറയുന്നത്. എന്നാൽ സക്കാത്ത് എന്ന് പറയുന്നതോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുലഫാഉ റാഷിദുകളും സഹാബിമാർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുസ്തഫയുടെ കണ്ണിൽ കരടായിട്ടുള്ള സഹാബിമാരെയല്ല. മുസ്തഫ തന്നെയും ചിലപ്പോഴെങ്കിലും പുകഴ്ത്തി പറയുന്ന ഖുലഫാഉ റാഷിദുകളും അതുപോലെ തന്നെ മുഹാജിർ അൻസാറുകൾ അടക്കമുള്ള ആളുകൾ അംഗീകരിച്ചിട്ടുള്ള സക്കാത്ത് എന്ന് പറയുന്നത് അത് നിത്യദാനമല്ല. അത് വർഷത്തിലൊരിക്കൽ സമ്പന്നരായിട്ടുള്ള ആളുകൾ അവരുടെ സമ്പത്ത് ഒരു നിശ്ചിത അളവിലെത്തിയിട്ടുണ്ടെങ്കിൽ അവർ നൽകേണ്ടതാണ് ഈ സക്കാത്ത് എന്ന് പറയുന്നത്. അത് നൽകാതിരുന്നാൽ അത് കുറ്റകരമായിട്ടുള്ളൊരു സംഗതിയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു വിഭാഗത്തോട് യുദ്ധം പ്രഖ്യാപിച്ചതുപോലും കേവലം നിത്യദാനം നൽകാത്തതിൻ്റെ പേരിലല്ല, എങ്കിൽ സദക്ക നൽകാത്തതിൻ്റെ പേരിലല്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒടുക്കിയിരുന്ന സക്കാത്ത് വർഷത്തിലൊരിക്കൽ തങ്ങളുടെ സ്വർണം, വെള്ളി, കച്ചവട സാധനങ്ങൾ, അതുപോലെ തന്നെ മൃഗങ്ങൾ, വളർത്തു മൃഗങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് അവർ സക്കാത്ത് കൊടുത്തിരുന്നു നബിയുടെ കാലത്ത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ ഇനി നബി ആരെയും അതിനെ ചുമതലപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ സക്കാത്ത് ഞങ്ങൾ തന്നെ വിതരണം ചെയ്യുകയാണ്, അത് അബൂബക്കറിന് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്തിട്ടുള്ളത് എന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ പരക്കെ അറിയപ്പെടുന്നൊരു സംഗതിയാണ്. അപ്പോൾ സക്കാത്ത് എന്നതിന് നിത്യദാനം എന്ന് എവിടെ നിന്ന് കിട്ടി? അല്ലെങ്കിൽ നിത്യം നിങ്ങൾ ദാനം നൽകണം എന്ന് മുസ്ലിം സമൂഹത്തോട് നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിത്യം ദാനം നൽകണം എന്ന് പറയുന്നത് പോലും അർത്ഥശൂന്യമാണ്. കാരണം
നമസ്കാരം എന്ന് പറയുന്നത് നിത്യം നിർവഹിക്കണം എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ഇബാദത്താണ്. അത് ശാരീരികമായി ചെയ്യേണ്ടതാണ്. മറ്റത് മുസ്ലിങ്ങളോട് മൊത്തത്തിൽ യാജ്വല്ലദീന ആമനു അഖീമുസ്സലാത്ത വാത്തു സക്കാത്ത് പറയുമ്പോൾ ഇത് നിർബന്ധമായിട്ടുള്ളൊരു ബാധ്യതയാണ്. അപ്പോൾ നിങ്ങൾ നിത്യേന ദാനം ചെയ്യണം എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങളിലെ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ച് പലപ്പോഴും അത് പ്രയാസകരമായിരിക്കും. അപ്പോൾ അതിൻ്റെ മേലെ അവർ കുറ്റവാളികളാകാണ് ചെയ്യുക. അങ്ങനെ ഒരു കൽപ്പന ഒരിക്കലും അള്ളാഹു പുറപ്പെടുവിക്കലാണല്ലോ ഉറപ്പാണ്. അപ്പോൾ ഇവിടെ ഈ സക്കാത്തിന് നിത്യദാനം എന്ന് അർത്ഥം പറയുന്നത് പോലും ഇസ്ലാമിൻ്റെ മൗലികമായിട്ടുള്ള അടിസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം, ഖുലഫാഉർ റാഷിദീകളുടെ സക്കാത്തുമായി ബന്ധപ്പെട്ടുള്ളവരുടെ പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനം, സഹാബിമാർ അംഗീകരിച്ചിട്ടുള്ള വസ്തുതകൾ, പിൽക്കാലത്തുള്ള ഇസ്ലാമിക സമൂഹം മൊത്തത്തിൽ അംഗീകരിച്ചിട്ടുള്ള സമീപനത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു അർത്ഥകൽപ്പനയാണത്. അങ്ങനെ ഒരു അർത്ഥകൽപ്പന യഥാർത്ഥത്തിൽ ഈ സക്കാത്ത് എന്ന പദത്തിനില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് അവഗണിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുസ്തഫ അതിന് നിത്യദാനം എന്ന് അർത്ഥം പറയുന്നത്. ഇസ്ലാമിക സമൂഹത്തിൽ ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഖിലാഫത്തുർ റാഷിദയുടെ കാലത്തും അതിന് ശേഷവുമൊക്കെ മസാരിഫു സക്കാത്ത് എന്ന് പറയുന്നൊരു ഇനം തന്നെ ഉണ്ട്. സമ്പത്ത് ബാക്കിയുള്ള സമ്പത്തുകളെ പോലെയല്ല, സക്കാത്തിൻ്റെ സമ്പത്ത് അത് നിശ്ചിത അവകാശികൾക്കുള്ളതാണെന്നും അത് അവർക്ക് നൽകാവുന്ന വിധത്തിൽ അതെങ്ങനെ കൈയാളണമെന്നൊക്കെ തീരുമാനിക്കാനുള്ളതാണ് ഈ മസാരിഫു സക്കാത്ത് എന്നുള്ള വകുപ്പ് തന്നെ. നിത്യദാനം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല, അത് ഓരോരുത്തർക്കും ചെയ്യാവുന്നൊരു സംഗതിയാണ്. ഐച്ഛിക ദാനം എന്ന് പറയുന്നത് അതാണ് സദക്ക. അപ്പോൾ സ്വാഭാവികമായിട്ടും സദക്ക എന്ന് പറയുന്നത് സക്കാത്ത് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടില്ലേ എന്ന് ചോദിക്കാം. ഉപയോഗിച്ചിട്ടുണ്ട്. സദക്ക എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള അർത്ഥകൽപ്പനയുള്ളൊരു പദമാണ്. സക്കാത്ത് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഏത് സക്കാത്തും അത് സദക്കയാണ്. അതേസരം എല്ലാ സദക്കയും സക്കാത്തല്ല എന്നുള്ളതാണ് വസ്തുത. സദക്ക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള സക്കാത്തും അതിൽ ഉൾപ്പെടും, നിർബന്ധമല്ലാത്ത ദാനങ്ങളും അതിൽ ഉൾപ്പെടും. ഇതാണ് സദക്കയുടെ ഈ സക്കാത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ പരിഭാഷയിൽ സൂറത്ത് അൽ ബഖറയിലെ തന്നെ 96-ാമത്തെ ആയത്തിൽ യവദ്ദു വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകു എന്നിടത്ത് മനുഷ്യരിൽ ഭൗതിക ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരാണ് അവരെന്ന് നിനക്ക് കാണാം. അതായത് യഹൂദരെ സംബന്ധിച്ചിടത്തോളമാണ് അത് പറയുന്നത്. യഹൂദർ മനുഷ്യരിൽ ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരാണ്, അവർ ഒരിക്കലും മരിക്കാൻ തയ്യാറാവില്ല, ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അത് പറഞ്ഞതിൻ്റെ ശേഷം വമിനല്ലദീന അശ്റകു സത്യത്തെ പലതായി കാണുന്ന പങ്കാളിത്തവാദികളെക്കാൾ അവർ ആർത്തിയുള്ളവരാണ് എന്നാണ് ഇവിടെ അർത്ഥം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ അശ്റകു എന്ന് പറഞ്ഞാൽ സത്യത്തെ പലതായി കാണുന്ന പങ്കാളിത്തവാദികൾ. അപ്പോൾ ഈ സത്യം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? സത്യം എന്നത് അള്ളാഹു എന്നാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്? അതോ സത്യം എന്ന് പൊതുവിൽ മനുഷ്യർ വിവക്ഷിക്കുന്ന സംഗതിയെ സംബന്ധിച്ചാണോ ഇവിടെ സത്യം എന്ന് പറഞ്ഞിട്ടുള്ളത്? അതുമായി ബന്ധപ്പെട്ട് ഇതിൽ വ്യക്തത ഒന്നും നൽകിയിട്ടില്ല എന്നാണ് വസ്തുത. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സത്യത്തെ പലതായി കാണുന്ന പങ്കാളിത്തവാദികൾ എന്ന് ഇവിടെ അർത്ഥം പറയേണ്ടി വന്നത്? അത് പരിശോധിച്ചാൽ, അത് അന്വേഷിച്ചാൽ നമ്മൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന സംഗതി ഈ ഗ്രന്ഥകാരൻ്റെ ഈ ശ്രീനാരായണീയ ഭക്തിയിലേക്കാണ്. കാരണം ഇവിടെ എല്ലാവരെയും സ്വർഗത്തിൻ്റെ ആളുകൾ, വേദത്തിൻ്റെ ആളുകൾ, അള്ളാഹുവിങ്കൽ സ്വീകാര്യരായ മതങ്ങളുടെയൊക്കെ ആളുകളായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഈ വിഗ്രഹപൂജകരെ അടക്കം അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നും
അള്ളാഹ്ക്ക് ഇതൊന്നും പ്രശ്നമല്ല, ഇതൊക്കെ ദൈവങ്ങളാണ് എന്ന് മനുഷ്യൻ പറഞ്ഞാലും അള്ള പറയുന്നതൊന്നും ദൈവങ്ങളല്ല എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാതിരുന്നാലും മനുഷ്യനോട് അള്ളാഹ്ക്ക് പ്രത്യേകിച്ച് അകൽച്ചൊന്നും ഉണ്ടാവില്ല. അവരൊക്കെ പോയിക്കോളിയുടെ ആ സ്വർഗത്തിൽ എന്ന് പറഞ്ഞിട്ട് അള്ള സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കും എന്നുള്ളതാണ് മുസ്തഫയുടെ വിവരണം ഉള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതേ പുസ്തകത്തിൽ തന്നെ ഈ വിഗ്രഹപൂജയും മറ്റുമൊക്കെ ഒരു നിലയ്ക്ക് ന്യായീകരിക്കുന്നുണ്ട്. ഏത് വിഗ്രഹപൂജകനും യഥാർത്ഥത്തിൽ ഏകനായിട്ടുള്ള ദൈവത്തെയാണ് മനസ്സിൽ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ന്യായീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ന്യായീകരണത്തിന് സഹായകമായ രീതിയിൽ ഖുർആനെ കൂടി വളച്ചൊടിക്കാനുള്ള രീതിയിലാണ് മുസ്തഫ ഇവിടെ ഇതിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. സത്യത്തെ പലതായി കാണുന്ന പങ്കാളിത്തവാദികൾ. അതേസമയം ഇവിടെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർ എന്ന് പറഞ്ഞാലോ ഇങ്ങനെ വളച്ചു കെട്ടിയായിട്ട് പിന്നെ വളഞ്ഞ വഴിക്ക് മൂക്ക് പിടിക്കുന്നത് പോലെ ഇങ്ങനെ വളച്ചു കെട്ടിയിട്ട് പറയേണ്ട ഒരു കാര്യമില്ല. വളരെ വ്യക്തമായിട്ട് ഏത് സാധാരണക്കാരനും ബോധ്യപ്പെടുന്ന മനസ്സിലാവുന്ന ഒരു സംഗതിയാണ്. ഒമിനല്ലദീന അശ്റക്കൂ എന്ന് പറഞ്ഞാൽ ഷിർക്ക് വെക്കുന്ന ബഹുദൈവ വിശ്വാസം വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ ബഹുദൈവ ആരാധന കൊണ്ട് നടക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ആർക്കും വ്യക്തമായി മനസ്സിലാക്കാവുന്ന സംഗതിയാണ്. അതിന് പകരം ഇവിടെ യഥാർത്ഥത്തിൽ വളഞ്ഞ് മൂക്ക് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഈ അർത്ഥം പറയുമ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. സത്യത്തെ പലതായി കാണുന്ന പങ്കാളിത്തവാദികൾ. അപ്പോൾ ഈ പങ്കാളിത്തവാദി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ സത്യത്തെ പലതായി കാണുക എന്ന് പറയുമ്പോൾ ഈ സത്യം എന്താണ്? അള്ളാഹു എന്ന സത്യമാണോ? ആ സത്യത്തെയാണോ ഇവർ പലതായി കാണുന്നത്? എങ്കിൽ പിന്നെ മുസ്തഫ പറഞ്ഞിട്ടുള്ള പലതിനെയും അദ്ദേഹം തിരുത്തേണ്ടി വരും. അങ്ങനെ സത്യത്തെ പലതായി കാണാൻ പറ്റില്ല എന്നുള്ള മുമ്പില അത് കുറ്റകരമായിട്ടുള്ള സംഗതിയാണ് അങ്ങനെ കാണുന്നത് എന്ന് പറയും. അതല്ലെങ്കിൽ മറ്റ് വല്ല സത്യവുമാണോ എന്നതും അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. എന്തായിരുന്നാലും മനുഷ്യന് സാധാരണക്കാരന് പിടികൊടുക്കാത്ത വിധത്തിൽ എന്നാൽ താൻ ഷിർക്കിനെ അനുകൂലിക്കില്ല എന്ന് പുറമെ ബാഹ്യമായിട്ട് പറയാവുന്ന വിധത്തിലുള്ള ഒരു പ്രയോഗവുമായിട്ടാണ് ഇവിടെ വല്ലദീന അശ്റക്കൂ. ഈ പ്രയോഗം അല്ലെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള അർത്ഥകൽപ്പനകൾ മുശരിക്കത്ത് പോലുള്ളതിന് ഇദ്ദേഹം പിന്നീട് നൽകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വളഞ്ഞ വഴിക്ക് മൂക്ക് പിടിക്കുന്ന ഒരു ഏർപ്പാടാണ് യഥാർത്ഥത്തിൽ മുസ്തഫയുടെ പതനത്തിന് കാരണം. അദ്ദേഹത്തിന് പലരെയും രക്ഷിക്കേണ്ടതുണ്ട്. അതിന് ഖുർആനെ വളച്ചൊടിക്കുകയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അവർക്കൊക്കെ സീറ്റ് ഉറപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ മുസ്തഫ കൈക്കൊള്ളുന്നത്. അപ്പം പറയും നിങ്ങൾ ആളുകളെ നരകത്തിൽ പറഞ്ഞേക്കാനല്ലേ ശ്രമിക്കണമെന്ന്. അല്ല, ഞങ്ങൾ ആരെയും നരകത്തിൽ പറഞ്ഞേക്കാനല്ല ശ്രമിക്കണത്. വിശുദ്ധ ഖുർആൻ സ്വർഗനരകങ്ങളിലേക്ക് എത്തിപ്പെടാൻ ആളുകൾ എങ്ങനെ എത്തിപ്പെടും എന്നുള്ളതിന് അതിന് ചില അടിസ്ഥാനങ്ങൾ നിർണ്ണയിച്ചിട്ടുണ്ട്. അത് ജാതിൻ്റെയും മതത്തിൻ്റെയും ഒന്നും പേരിലല്ല. ആ അടിസ്ഥാനങ്ങൾ അംഗീകരിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പോകാം, അല്ലാത്തവർക്ക് നരകത്ത് പോകേണ്ടി വരുന്നത് ഖുർആൻ പച്ചയായി പറഞ്ഞൊരു സംഗതിയാണ്. അതേ നമ്മളും പറയുള്ളൂ. അല്ലാതെ ഇവിടെ ജാതി ഇല്ല, മതമില്ല, ഒന്നുമില്ല. മനുഷ്യരാണ്. ആ മനുഷ്യരിൽ രണ്ട് വിഭാഗമാണുള്ളത്. ഒന്ന് വിശ്വാസികളാണ്, മറ്റേത് നിഷേധികളാണ്. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് എന്നത് ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചായിട്ടുള്ള ആ വിശ്വാസം കൈക്കൊള്ളുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗം കിട്ടും, അല്ലാത്തവർ നരകത്ത് പോകേണ്ടി വരും. അത് ആരും എത്ര വലിയ കൊലകൊമ്പനായിരുന്നാലും അള്ളാഹിൻ്റെ അടുത്ത് എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് അങ്ങനെ അങ്ങോട്ട് കയറി പറ്റാൻ കഴിയൂല. അതിന് ഈ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ. അതിന് തടയിടുന്ന അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കുന്ന രീതിയിലാണ് മുസ്തഫയുടെ ഈ ഖുർആൻ പരിഭാഷയിൽ ഉടനീളം അദ്ദേഹം ഷിർക്കിനും ഷിർക്കുമായി ബന്ധപ്പെട്ട പദങ്ങൾക്കും അർത്ഥം നൽകിയിരുന്നത് എന്ന് ഇത് വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാവുന്നൊരു സംഗതിയാണ്.